നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയേ 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 ഈശോയേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 43 മുതൽ 45 വരെ. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. അവൻ്റെ പ്രവർത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യ മക്കളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അതത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഇന്ന് സെപ്റ്റംബർ മാസം 27-ാം തീയതി, ഈ വെള്ളിയാഴ്ച രാത്രിയിൽ, ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച രാത്രിയിൽ ഈ 9 മണി നേരത്ത് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നമുക്കിന്ന് ഈ ശുഭരാത്രി സന്ദേശമായി നൽകുന്നത് ഈ ചെറിയ വചനഭാഗമാണ്. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു. ഈശോ ശിഷ്യന്മാർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ശക്തിയും അധികാരവും ലഭിച്ച ശിഷ്യന്മാർ ചുറ്റി നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ പുറത്താക്കി, ദൈവരാജ്യത്തിൻ്റെ വചനം പ്രഘോഷിച്ചു. എല്ലായിടത്തും വലിയ സന്തോഷമുണ്ടായി. എല്ലായിടത്തും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവരും കേട്ടു. കേട്ടവരെല്ലാം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കേട്ടത് എന്ന് വിചിന്തനം ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ട കൂട്ടത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ ഇന്ന് നമ്മുടെ കാതിലെത്തിയോ എന്നത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിലെ പല കാര്യങ്ങൾ നടന്നത് നമ്മുടെ കാതുകളിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ കണ്ണിലെത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ എന്തെങ്കിലും അത്ഭുത പ്രവൃത്തി നമ്മുടെ കണ്ണിലും കാതിലും എത്തിയിട്ടുണ്ടോ? അത് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അതിനെ ഓർത്ത് നമ്മൾ ഇന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടാണോ ഇന്ന് ഈ രാത്രി കിടക്കാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ചുറ്റുപാട് നടക്കുന്നുണ്ട്. നമ്മൾ അതിനെ സൂക്ഷിച്ച് വീക്ഷിച്ചാൽ അത് നമ്മുടെ കാതുകളിലെത്തും, നമ്മുടെ ഹൃദയത്തിലെത്തും. അതിനെ ഓർത്ത് അത്ഭുതപ്പെട്ടുകൊണ്ട് ഈ രാത്രി നമുക്ക് കിടക്കാൻ പോകാൻ പറ്റും. അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന പല ചീഞ്ഞ നാറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ കേൾക്കുകയും
അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് ദുഷിച്ച മനസ്സോടുകൂടെ, ഇരുട്ട് നിറഞ്ഞ മനസ്സോടുകൂടെ കിടക്കാൻ പോകേണ്ടി വരും. രണ്ടാമത്തെ ചിന്ത, അവന്റെ പ്രവർത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ. ദൈവം ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിസ്മയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരോട് പറയുകയാണ്, ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ഈ വചനങ്ങൾ, അപ്പോൾ ഈശോ എല്ലാ വചനങ്ങളും ഹൃദയത്തിൽ പതിയാൻ വേണ്ടി തന്നെയാണ് പറയുന്നതെങ്കിലും ഒരു പ്രത്യേകമായിട്ട് ഈശോ എടുത്തു പറയുകയാണ്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വെറുതെ കാതുകൊണ്ട് കേട്ടാൽ പോരാ, കാതുള്ളവൻ കേൾക്കട്ടെ എന്നല്ല, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ലെറ്റ് ഇറ്റ് ഗെറ്റ് ഇംപ്രിന്റഡ് ഡീപ് ഇൻ യുവർ ഹാർട്ട്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, ഒറ്റ വാക്കാണ്, മനുഷ്യപുത്രൻ, ഒറ്റ വചനമാണ്, ഒറ്റ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു, ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു, ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു. ഈശോ ആവർത്തിച്ച് പറയുകയാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്? അതിൻ്റെ ഒരു 5 ചിന്തകൾ പറഞ്ഞാൽ ഈ വചന ശുഭരാത്രി സന്ദേശം അവസാനിപ്പിക്കാം. 1, ഈശോയുടെ മരണം തയ്യാറാക്കപ്പെട്ട ഒരു ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചതല്ല, പെട്ടെന്ന് വണ്ടി ഓടിച്ചപ്പോൾ മറിഞ്ഞു വീണതല്ല, ഒരു ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല ഈശോയുടെ മരണം. അത് ഒരു തയ്യാറാക്കപ്പെട്ട ദൈവത്തിൻ്റെ കരുതലിൻ്റെ പദ്ധതിയിൽ തയ്യാറാക്കപ്പെട്ടതാണ് ഈശോയുടെ മരണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അനുദിന ജീവിതത്തിൽ ചില സഹനങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തയ്യാറാക്കിയ പദ്ധതിയാണ് നമ്മുടെ ചില സഹനങ്ങൾ. രണ്ടാമതായിട്ട്, ഈശോയുടെ സഹനം ഈശോ സ്വയം വോളണ്ടറി ആയിട്ട് ഏറ്റെടുത്തതാണ്. ആരും പിടിച്ച് അടിച്ച് ഏൽപ്പിച്ചതല്ല. ഈശോ പറഞ്ഞു, ഇതാ ഞാൻ എന്ന് പറഞ്ഞ് സഹനത്തെ ഏറ്റെടുത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിട്ടുള്ള സഹനങ്ങളെ നമ്മൾ സ്വയം കൈ നീട്ടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് അത് രക്ഷാകരമായി മാറുന്നത്. നിവർത്തികേട് കൊണ്ട് ഈശോ കുരിശിൽ മരിച്ചത് നിവർത്തികേട് കൊണ്ട് മരിച്ചതല്ല, അവൻ സന്തോഷത്തോടുകൂടെ സ്വയം ഏറ്റെടുത്തതാണ്. നമ്മുടെ ജീവിതത്തിലെ ചില ഉത്തരവാദിത്തങ്ങൾ, ഈ കുടുംബത്തെ പോറ്റണം എന്നതൊരു നിവർത്തികേട് കൊണ്ട് ചെയ്യുന്നതല്ല, അത് നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നതാണ്. ഒരു ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ നിവർത്തികേട് കൊണ്ട് ചെയ്യുന്നതല്ല, അത് നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നതാകണം. മൂന്നാമതായി, മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോയുടെ മരണം. ഈശോ ശരിക്കും മിശിഹായാണെന്ന് വെളിപ്പെടുന്നത് ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് വെളിപ്പെടുന്നത് നമ്മൾ എങ്ങനെ ജീവിച്ച് മരിക്കുന്നു എന്നത് കൂടെ നോക്കിയിട്ടാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി തകർക്കുന്നവരാണോ പൂർത്തിയാക്കുന്നവരാണ്? നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ആ ഇന്ന് പ്രഭാതം മുതൽ ഈ രാത്രി വരെ നമ്മൾ ജീവിച്ചത് നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ എന്നത് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇന്ന് മുഴുവൻ ഞാൻ ജീവിച്ചത്, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി ഞാൻ പൂർത്തീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ നമ്മൾ തുരങ്കം വയ്ക്കുകയാണ്, നമ്മളത് നശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. നാലാമതായി, ഈശോ ശരിക്കും ഒരു പ്രവാചകനാണെന്ന് വെളിപ്പെടുന്നത് അവൻ തൻ്റെ മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു. അവൻ തൻ്റെ മരണത്തെക്കുറിച്ച് പോലും, ഞാൻ ഇങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്, ഇന്ന സമയത്താണ് മരിക്കാൻ പോകുന്നത് എന്നൊക്കെ പ്രവചിക്കുന്ന ആ പ്രവചനത്തിലൂടെ ഈശോ യഥാർത്ഥത്തിൽ അവൻ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ളവനാണ്, യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇനി അഞ്ചാമതായി, അവസാനമായി, മരണത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അവൻ ശിഷ്യന്മാരെ യാഥാർത്ഥ്യത്തിലേക്ക് ഒരുക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങൾ ഉണ്ടാകുമെന്ന്, വേദനകൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞ് പഠിപ്പിക്കുന്നത് ജീവിതത്തെ
യാഥാർത്ഥ്യത്തിലൂടെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയാണ്. ചില മക്കൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മൾ പറയാറില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. ഇപ്പോൾ വെയിലത്തും പോലും ഉരുക്കാത്ത മക്കളാണ്, ആളുകളാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ജീവൻ അവസാനിപ്പിക്കണമെന്ന് ഡിപ്രഷൻ ആവുന്നു, ജീവൻ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു, ഇനി ജീവിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇനി ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞു പഠിക്കാത്തവരും പരിശീലിക്കാത്തവരുമാണ്. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില ദുഃഖങ്ങളെ, ചില സഹനങ്ങളെ, ചില വേദനകളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് നമുക്ക് ഒരു വെളിപാടാണ്. നമ്മൾ ആരെയൊക്കെയാണോ പരിശീലിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ മക്കളെ വളർത്തുന്നവരാണ്, മക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ സഹനങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. എപ്പോഴും ജീവിതം ഈ സുഖസൗകര്യങ്ങളുടെ ഒരു ജീവിതമല്ല എന്ന് പറഞ്ഞും പഠിപ്പിക്കണം, അവരെ പരിശീലിപ്പിക്കുകയും വേണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഇന്ന് ധ്യാനിച്ച ഈ 3 വചനങ്ങൾ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 43, 44, 45 3 തിരുവചനങ്ങളിലൂടെ ഈശോ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നമ്മൾ സൗഖ്യം പ്രാപിക്കുകയും സമാധാനത്തിൻ്റെ നിറവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും. കാരണം വചനം ജീവനുള്ളതാണ്. വചനം നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങളെ വിവേചിച്ചറിയുന്നതാണ്. അത് കർത്തവ്യ നിരതമാണ്, ആക്റ്റീവ് ആൻഡ് ലൈവാണ്, സജീവവും പ്രവർത്തനക്ഷമവുമാണ് വചനം. നമുക്ക് ഈ രാത്രിയിൽ വചനം കേൾക്കാൻ സാധിച്ചതിനെ ഓർത്ത്, വചനം വിചിന്തനം ചെയ്യാൻ സാധിച്ചതിനെ ഓർത്ത്, ഈശോയുടെ മരണത്തെക്കുറിച്ച്, ഈശോ അത് സ്വയം ഏറ്റെടുത്തതിനെക്കുറിച്ച്, ഈശോയുടെ മരണത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നതിനെക്കുറിച്ച്, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ദൗത്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ടെന്നും ആ പദ്ധതികളെ നിർബന്ധപൂർവമല്ല, സ്വയം ആത്മസമർപ്പണത്തോടുകൂടെ നമ്മൾ കൈനീട്ടി ആ പദ്ധതികളെ സ്വീകരിക്കണമെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ അങ്ങ് ഞങ്ങളോട് കൂടെ ആയിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് അങ്ങ് നൽകിയ കൃപകളെ, ഭൗതികമായ കൃപകളെ, ആത്മീയമായ വരദാനങ്ങളെയൊക്കെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കരങ്ങളടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയുന്നു, സ്തുതിക്കുമ്പോൾ അസ്വസ്ഥതകൾ വിട്ടുമാറുന്നു, സ്തുതിക്കുമ്പോൾ ആകുലതകളിൽ മോചനം ഉണ്ടാകുന്നു, സ്തുതിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ സ്വർഗീയമായ ഒരു അഭിഷേകവും സ്വർഗീയമായ ഒരു ആനന്ദവും ഹൃദയത്തിൽ നിറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരങ്ങൾ അകന്നു പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകുലതകൾ വിട്ടുപോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയങ്ങളിൽ നിന്ന് വിടുതൽ നേടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓവർ തിങ്കിങ് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതരം ദൈവസ്തുതികൾ കൊണ്ട് നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. അതരം, നിന്റെ നാവ് വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നിന്റെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ അതരം ദൈവസ്തുതികൾ കൊണ്ട് നിറയുമ്പോൾ നിന്റെ ഹൃദയം ദൈവസ്തുതികൾ കൊണ്ട് നിറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അലലലലലലലലല. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഓരോ ദിവസവും പ്രഭാതം മുതൽ ഈ രാത്രി വരെയുള്ള ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ വീഴ്ചകളാണ് സംഭവിച്ചു പോയത് എന്ന് മനസാക്ഷിയെ പരിശോധിക്കുക എന്ന ഒരു കാര്യം, ആത്മപരിശോധന നടത്തുക. എൻ്റെ വാക്കുകളിൽ എനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? പരസ്നേഹത്തിനെതിരെ, ദൈവസ്നേഹത്തിനെതിരെ. എൻ്റെ ചിന്തകളിൽ ഞാൻ പാപം ചെയ്തു പോയിട്ടുണ്ടോ?
എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ മനുഷ്യനെയും ദൈവത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടോ? നന്മ ചെയ്യാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ? എൻ്റെ മുമ്പിൽ വന്നവരോട് ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടെ പെരുമാറാതെ തിന്മ നിറഞ്ഞ ഒരു മനസ്സോടുകൂടെ പെരുമാറിപ്പോയിട്ടുണ്ടോ? ഈശോയുടെ മനസ്സോടുകൂടെ പെരുമാറുന്നതിൽ എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടോ? ആത്മപരിശോധന നടത്തി വന്നു പോയിട്ടുള്ള വീഴ്ചകൾ, കുറവുകൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാളെ ഈ കുറവുകളൊക്കെ പരിഹരിച്ച് കുറച്ചുകൂടെ നന്നായി വിശ്വാസത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജീവിച്ചതിനേക്കാൾ കുറച്ചുകൂടെ നന്നായി നാളെ ജീവിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നുണ്ടായിരുന്ന അഭിഷേകത്തിൻ്റെ ഒരല്പം കൂടെ ഒരു അധികം അഭിഷേകം നാളെ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നാളത്തെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നാളെ പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ജ്ഞാനം ആ മക്കളിൽ നിറയട്ടെ. നാളെ ഓപ്പറേഷന് വിധേയരാകുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടുള്ള മക്കളുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്, പരീക്ഷകൾ എഴുതുന്നവരുണ്ട്, ഭവനങ്ങളിലും ആശുപത്രികളിലും ഈ രാത്രി രോഗികളായി കഴിയുന്നവർ, ICUയിലും വെന്റിലേറ്ററിലും കഴിയുന്നവർ, ഒരു നവജാത ശിശു വളരെ ക്രിട്ടിക്കലായിട്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു നവജാത ശിശുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായൊരു സൗഖ്യം ലഭിച്ച സാക്ഷ്യം പറയാൻ കർത്താവ് ആ കുടുംബത്തിനിട വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനിച്ച് 8 ദിവസമായിട്ടും വെന്റിലേറ്ററിൽ നിന്ന് കുഞ്ഞിനെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളെ OET പരീക്ഷ എഴുതുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. നാളെ UPSC മെയിൻ പരീക്ഷകളുടെ എഴുതുന്ന മക്കളുണ്ട്. പ്രത്യേകിച്ച് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അമൽ മാത്യുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ മേൽ കൃപയൊഴുകട്ടെ. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, വിവാഹത്തിനൊരുങ്ങുന്ന മക്കൾ, ജോലി അന്വേഷിക്കുന്ന മക്കൾ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഏകാന്തതകളിൽ കഴിയുന്നവർ നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിട്ടിരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് വരാനിരിക്കുന്ന അമ്മ തെരേസയുടെ തിരുനാളിൻ്റെ നിയോഗങ്ങൾ, അതുപോലെ നാളെ പയ്യാവൂർ നടക്കാനിരിക്കുന്ന സായാഹ്ന കൺവെൻഷൻ്റെ നിയോഗങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ 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 നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ രാത്രി ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായി കണക്കാക്കാം. ഈ ആശീർവാദം നമ്മുടെ ആത്മാവിലേക്ക് ആഴത്തിൽ പതിയട്ടെ. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ഓരോ തുള്ളി രക്തത്തിലേക്കും ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖ ശോഭ വന്ന് പതിക്കട്ടെ. നമ്മളിൽ പതിക്കുന്ന ഈ വന്ന് വീഴുന്ന, നമ്മളിൽ വന്ന് നിറയുന്ന ഈ ആശീർവാദം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, എൻ്റെ ദേശത്തുള്ളവർക്ക്, ഞാൻ ജീവിക്കുന്ന ഈ രാജ്യത്തിനും ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിനും മുഴുവനുമുള്ള ആശീർവാദമാണ്. ഭൂമിയുടെ 4 അതിരുകൾ ആശീർവദിക്കപ്പെടട്ടെ. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ളവർ
ആശീർവദിക്കപ്പെടട്ടെ. സർവ്വജീവജാലങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് വിജയവും വളർച്ചയും ഉയർച്ചയും ആനന്ദവും ആശ്വാസവും നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, അച്ഛനിപ്പോൾ കുരിശടിയിൽ നിന്ന് മുട്ടയിൽ വലിയുമ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരുമിച്ച് മുട്ടയിൽ വലിയാവുന്നതാണ്. അതിനുശേഷം ഇവിടെ നിൽക്കുന്നവർക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും.